ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമായി. ഓമനാൻറ്റി ആണെങ്കിൽ മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, വേറെ കുറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നല്ല നല്ല റെസിപ്പിയൊക്കെ, നല്ല റെസിപ്പി ഞാൻ ഫുൾ ഗ്യാരണ്ടി തരുക, നല്ലതായിരുന്നു. അപ്പം പിന്നെ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇന്ന് ഇവന്മാർ രണ്ടും കൂടെ ഉള്ള ദിവസത്തെ ഒരു വീഡിയോ ഇടുന്നേ. വീട് മറിച്ച് തകർത്ത് വെച്ചെന്ന് വേണേ പറയാം. എന്തോ ചെയ്യും, എത്ര നേരം ഇങ്ങനെ ഇരിക്കും രണ്ടും കൂടെ. താഴെ പൊട്ടി അപ്പോൾ ഉച്ച സമയത്തൊക്കെ എങ്ങനെയാണ് ഞാൻ താഴെ വിടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഞാൻ ചിന്തിച്ചെന്നാൽ കുറച്ച് നേരം അങ്ങ് അവന്മാരങ്ങ് ചെയ്യട്ടെന്ന്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് രാവിലെ 2 മണി തൊട്ട് 6 മണി വരെ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ചിച്ചട. ടാങ്ക് കഴുകുമായിരുന്നു. അതുകൊണ്ട് വെള്ളമൊക്കെ പിടിച്ചു വെച്ചു. എന്നാലും എപ്പോഴും ഈ 24 hours ഇപ്പം വെള്ളം ഉള്ളപ്പം നമുക്കൊരു കുറച്ച് നേരം, ആ സമയത്ത് നമ്മൾ വെള്ളം എടുത്ത് ലാവിഷായിട്ട് കളയുമ്പോൾ നമുക്കൊരു ഇതുമില്ല. കുറച്ച് നേരം ഇല്ലാതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സിൻറ്റെക്സ് ഒന്നുമില്ല, കാരണം ഇവിടെ അങ്ങനെ വെള്ളം പോക്കില്ല. അതുകൊണ്ട് സിൻറ്റെക്സ് ഒന്നുമില്ല. നമ്മൾ ഈ പാത്രത്തിൽ കാണാം പിടിച്ചു വെക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ ടാക്കിയൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ ഞാനൊരു ഇൻ ജനറലി എല്ലാവരോടുമായിട്ട് പറയുമ്പോൾ, ചിലരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാറുണ്ട്. ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഞാൻ ആരെയും പറയുന്നില്ലേ, എന്നെ വിശ്വസിച്ച് ഓരോരുത്തർ പറയുന്ന ചില വിഷയങ്ങൾ പറഞ്ഞിട്ട് പറയും പ്രാർത്ഥിക്കണമെന്ന്. എല്ലാവരുടെ ജീവിതത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്തിക്കും നമുക്ക് മാത്രമേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളെന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കുകയോ വേണ്ട. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എന്തിക്കും നമുക്കങ്ങനെ ഒരു പ്രയാസവും ഇല്ലെന്ന്. ഇപ്പം രോഗത്തിൽ കൂടെ ആണെങ്കിലും, ഫൈനാൻഷ്യലി ആയിട്ടാണെങ്കിലും, ലൈഫിൽ കുടുംബജീവിതത്തിലാണെങ്കിലും, ബന്ധത്തിലാണെങ്കിലും പല പല പ്രശ്നങ്ങളാണ്. അത് പ്രായമായവരുണ്ട്, അല്ലാത്ത ഇപ്പം കല്യാണം കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പലരുടെയും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയും. എനിക്കിപ്പോൾ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ തുടങ്ങിയപ്പം തൊട്ട്, കാരണം അന്നേരമല്ലേ നമ്മുടെ ഈ നമ്പരൊക്കെ ഇങ്ങനെ വെച്ചത് കൊണ്ടാണ്, ഞാൻ ഈ ബിസിനസ് നമ്പർ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് വരുന്നതും ഇങ്ങനെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നത്. നമ്മൾ എല്ലാവരുടെയും വിഷയങ്ങൾ ഞാൻ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ പറയത്തില്ലേ പ്രാർത്ഥിക്കണേന്ന്. അപ്പം നമ്മൾക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം എടുക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പം എല്ലാവരും കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലർ സ്വന്തം ഫാമിലിക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലായിരിക്കാം. ഞാൻ അങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്, ഒരു എക്സാമ്പിൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് കേട്ട് ആരും ഒന്നും പറയാൻ വരരുത്, നിങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. അങ്ങനല്ല, ഞാനങ്ങ് പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ളവരുടെയും കൂടെ പ്രയാസങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കും അതിന് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. അപ്പോൾ എനിക്ക് തന്നെ ചില വിഷയങ്ങളുണ്ട്. അതിപ്പം 10-17 വർഷം കൊണ്ട്, 16-15 വർഷം കൊണ്ടൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പം 17 വിഷയമുണ്ട്. ചില വിഷയങ്ങൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് ലഭിക്കാത്ത വിഷയങ്ങളുമുണ്ട്, അതിനുള്ള മറുപടി കിട്ടാത്ത. അപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. നമ്മളൊന്ന് ചിന്തിക്കുന്നു, ദൈവം വേറൊന്ന് ചിന്തിക്കുന്നു. അങ്ങനെയാണെന്ന് അതിന് സമയമായില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവം എപ്പോൾ നടത്തി തരുമെന്ന്. ദൈവത്തിന് സമയം എപ്പോഴാണെന്നുള്ളതനുസരിച്ച് ദൈവം നടത്തി തരട്ടെ. പല കാര്യങ്ങളും പ്രാർത്ഥിച്ചതിൽ മറുപടിയും തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ നന്ദി പറയാതെ ലഭിക്കാത്തതിനോട് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ചിന്തിക്കുക, ഞാൻ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പലരുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി ചിലരുടെ വിഷയം കേൾക്കുമ്പോൾ ഒത്തിരി വിഷമവും വന്നിട്ടുണ്ട്. ഇങ്ങനെയും മനുഷ്യർ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അന്യരാജ്യത്ത് പോയിട്ട് പഠിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിട്ട് അന്യരാജ്യത്ത് പോയിട്ട് ജോലിയില്ലാതെ തിരിച്ചു വരേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പം
അതൊക്കെ കേൾക്കുമ്പോഴും നല്ല അവരുടെ ഒരു മാനസികാവസ്ഥ അന്നേരം എന്തുമായിരിക്കും. ലക്ഷങ്ങൾ കൊടുത്ത് മക്കളെ പഠിപ്പിച്ചിട്ട് അന്യരാജ്യത്ത് പോയാൽ ഉടനെ ജോലി കിട്ടും. ചിലപ്പം അവിടെ തന്നെ പഠിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ബി ചേച്ചി പറഞ്ഞവരുടെ എല്ലാ കാര്യങ്ങൾ, അവരുടെ എല്ലാം വിഷയങ്ങൾ ദൈവം നടത്തി കൊടുക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. നമ്മളൊരു സ്ഥാനത്തും പലപ്പോഴും നമ്മളങ്ങ് പതറിപ്പോവും. മനുഷ്യരാണോ നമ്മൾ പതറിപ്പോവും. കാരണം നമുക്ക് ആ സമയത്ത് ഇപ്പം ഞാനിങ്ങനെ പറയുന്നെങ്കിലും എനിക്കൊരു സിറ്റുവേഷൻ വരുമ്പം എനിക്ക് വരുന്ന വിഷമം മറ്റുള്ളവർ നമ്മളെ ആശ്വസിപ്പിക്കുമെങ്കിലും ആ സമയത്ത് നമുക്ക് വിഷമം വരും. അപ്പം നമ്മൾ ധൈര്യത്തോടിരിക്കാൻ ഞാനും ഇപ്പോൾ പറയുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഞാനും തളർന്നു പോകും. അതുകൊണ്ട് അനേകരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു നിലനിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആരും പ്രയാസപ്പെടാതെ ഞാനൊരു മോളുടെ കാര്യം പറഞ്ഞില്ലേ, അവൾക്ക് വെള്ളിയാഴ്ച ഓപ്പറേഷൻ. കാരണം അവളൊന്ന് പറഞ്ഞായിരുന്നു അവിടെ ഹോസ്പിറ്റലിലൊക്കെ റേഞ്ച് ഇല്ലയെന്ന്. ഓപ്പറേഷൻ കഴിഞ്ഞ് കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെങ്കിൽ പിന്നെ അവൾ പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാഞ്ഞെന്ന് പറയാൻ അവിടെ അനസ്തേഷ്യ അങ്ങനെ ഓരോരുത്തരെയും കാണണമല്ലേ. അപ്പോൾ അനസ്തേഷ്യ കണ്ടുകൊണ്ട് ഈ ശ്വാസം മുട്ടലിൻ്റെ ബ്രീത്തിങ് പ്രോബ്ലം അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ഫുൾ എന്താ പറയുന്നത്, അപ്പോൾ അനസ്തേഷ്യയുടെ ഡോക്ടർ വില്ലിങ് അല്ലായിരുന്നു ഫുൾ ശരിയായിട്ട്. അല്ലെങ്കിൽ അനസ്തേഷ്യയുടെ മെഡിസിനൊക്കെ കൊടുക്കുമ്പോൾ പ്രശ്നമാകത്തില്ലേ. അതുകൊണ്ട് അതിനുള്ള മെഡിസിനൊക്കെ കൊടുത്ത് ആ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവിടെ റേഞ്ചും ഇല്ലായിരുന്നെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ചേച്ചി റേഞ്ച് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക. പലരും പറഞ്ഞു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അതിൽ ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഈ ഉപ്പുമാവ്. അപ്പം പോൾമോനും റീച്ചാനും പറഞ്ഞു ഇത്തിരി ലൂസായിട്ട് നമ്മളൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഒന്നേലൊന്നേ തൊടാതെ ആ രീതിയിലല്ലേ നമുക്കിഷ്ടം. എനിക്കും അതാണ് ഇഷ്ടം. പക്ഷേ ഇവർക്കൊക്കെ ഇഷ്ടമെന്ന് പറയുന്നത് ഇത്തിരി ലൂസായിട്ട് ഉള്ള ആ ഉപ്പുമാവ് ഇഷ്ടം. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അത് കഴിക്കുന്നെങ്കിൽ ഞാൻ കഴിച്ചോട്ടെന്ന് പറഞ്ഞ് ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കുറച്ച് നമ്മുടെ പൊട്ടുകടല ഉണ്ടല്ലേ അതുകൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് റീച്ചാനും പറയാം ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണം. പോളും പറഞ്ഞാൽ നല്ലതായിരുന്നു മമ്മീന്ന്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ ഈ ഉടുപ്പി സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഉപ്പുമാവ് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലേ അതുകൂടെ വെള്ള കളറിലെ അതുകൂടെ കൊടുക്കുക. അതുകൂടെ ആകുമ്പോൾ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും ഉണ്ടാക്കിയില്ല, ഇവർ കഴിക്കത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാവർക്കും നല്ല ഷേപ്പിലൊക്കെ ബൗളിലൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ കമത്തിയിട്ട് കൊടുത്തോണ്ടേ അത് കാണാൻ തന്നെ രസമാണ്. അങ്ങനെ അവരെല്ലാവരും കഴിച്ചു. അപ്പം ഞാൻ ഒരു കപ്പ് റവ എടുത്ത്, അത് വറുത്ത റവയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത്. അപ്പോൾ ഒരിത്തിരി കളറിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത്. അപ്പം ഞാൻ ഒരു കപ്പിനൊരു 2.5 കപ്പ് ഒഴിക്കേണ്ടിയത്. ഒരു ഇച്ചിരിയും കൂടെ നന്നായി ലൂസായിട്ട് ഇരുന്നോട്ടെന്ന് പറഞ്ഞ് ഞാനൊരു ഇച്ചിരി കൂടി 2.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി നെയ്യൂടെ ചേർക്കാം. ഞാൻ ലാസ്റ്റിലാണ് ഇച്ചിരി നെയ്യ് ചേർത്തത്. എന്നിട്ട് ഇതൊന്ന് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ചെറിയ തീയിലൊന്ന് വെക്കട്ടെ. അപ്പോൾ പോൾ പറഞ്ഞു മമ്മി ഇച്ചിരി മധുരം ഇട്ടിട്ട് മധുരം പോലെ ഉണ്ടാക്കാൻ. അപ്പോൾ റീച്ചാൻ മധുരം ഇഷ്ടമല്ല. എന്നിട്ട് ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടൊരു ഇളം മധുരത്തിന് വേണ്ടി. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒരു ഇച്ചിരി ലൂസ് പോലെ അവർക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ റവ റെഡിയായി. ഈ പരുവത്തിലാണ് അവർക്കിഷ്ടം. പക്ഷേ എനിക്കിത് ഇഷ്ടേ അല്ല. എനിക്കിത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ഒട്ടിപ്പിടിക്കാതെ ഒന്നേലൊന്നേ തൊടാതെ പഴവും കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും ഇങ്ങനെ ബൗളിൽ ഇങ്ങനെ ഇട്ടാണ് കൊടുത്തത്. അപ്പം അവർക്കെല്ലാവരും കാണാനൊരു ഇഷ്ടമായി.
അപ്പോൾ ഒരുത്തനെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ പറഞ്ഞതാണ്. അവൻ പുസ്തകം തുറന്ന് വെച്ചിട്ട് അവൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അതിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. എന്നെ കാണുമ്പം ബുക്കെടുത്ത് പഠിക്കും. പിന്നെ ഇത് തന്നെ തതയുക. അരി ഇപ്പം തിളച്ചിട്ടുണ്ട്, അതൊന്ന് അടച്ചിട്ടിട്ട് അടുത്ത പരിപാടി നോക്കാം. ഓഫാക്കട്ടെ. അപ്പം ഞാൻ ചിന്തിച്ച് ഇവന്മാർ എവിടെ ഇട്ടായി കളിക്കുന്നതെന്ന് നോക്കിയുണ്ടെ എന്തോ ആശാന്മാർ ടേബിളൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് ഉള്ള പരിപാടിയാണ്. പോളും പറഞ്ഞു, മമ്മി ഇന്നാളി ഉണ്ടാക്കിയ പൊട്ടറ്റോ തോരനുണ്ടല്ലേ, അതുണ്ടാക്കാൻ പറഞ്ഞു ഇന്ന്. അപ്പം ഞാൻ ഇതുണ്ടാക്കാൻ ഇരുന്നതല്ല, കാരണം ഇന്നൊരു അവിയൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കണ്ടെന്ന് ചിന്തിച്ചു. അപ്പോൾ അവൻ പറഞ്ഞോണ്ടേ ഇന്നലെ മറ്റവൻ്റെ ഇഷ്ടമല്ലായിരുന്നു, വെണ്ടയ്ക്ക അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഇവനിത് ഈ കൊച്ചവനും ഇഷ്ടമാണ്. പക്ഷേ എനിക്കും ഇതാണ് ഭയങ്കര ഇഷ്ടം. മെഴുക്കുരട്ടിയേക്കായി എനിക്ക് ഇങ്ങനെയുള്ള തോര ഇഷ്ടമാണ്. അങ്ങനെ അധികം കഴിക്കാതെ ഒരു ഇച്ചിരി ടേസ്റ്റ് പോലെ നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അരിഞ്ഞ് ഞാൻ സവാള ഇതിനൊരു 1-2 ചേർത്താലും പിന്നെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം സവാള അങ്ങനെ ചേർക്കാൻ പറ്റത്തില്ല. 60 രൂപ സവാള. എല്ലാത്തിനും വിലയെന്ന് വെച്ചാൽ എല്ലാത്തിനും വില. എന്തോ ചെയ്യും, മനുഷ്യൻ എങ്ങനെ ജീവിക്കുമെന്ന് പറ. लेकिन मैं इतना तो शोर मेरे से नहीं बोल। അപ്പോൾ ഉരുളൻകിഴങ്ങ് തോരനൊക്കെ റെഡിയായി. ഞാൻ ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല അവിയൽ ഞാൻ എല്ലാം കൂടെ ഒന്ന് കുക്കറിൽ ഒന്ന് അടിച്ചെടുത്ത്. അപ്പം ഞാൻ ഇന്നാളി പറഞ്ഞപ്പം എനിക്കൊരു കമൻറ്റ് വന്നു, ചേച്ചി ഇവിടെയും ആ മോള് മമ്മിയെടുത്ത് പറയാമെന്ന് ഇത്തിരി ഇങ്ങനെ ലൂസായിട്ട് വെള്ളം പോലെ അവിയൽ വെക്കണമെന്ന്. അപ്പം ഞാൻ ചിന്തിച്ച് ഇവിടെ കാണത്തുള്ളൂ ഇങ്ങനെയെന്ന്. അപ്പം വേറെ മക്കൾക്ക് ഇങ്ങനെ ഇഷ്ടമെന്ന് അറിഞ്ഞപ്പം എനിക്കും ഒരു എന്താ പറയുന്നത്, ഒരു സമാധാനമായി. ഇങ്ങനെ മറ്റ് ചിലയിടത്തും ഉണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പം. അപ്പോൾ എന്നെ ചിലർ കളിയാക്കും, അയ്യോ ഇതെന്തുവാ സാമ്പാറാന്നോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ലൂസിൽ ഇങ്ങനെ എടുത്താൽ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, കൊച്ചുങ്ങൾ ഇപ്പോഴാണ് ഇതിൻ്റെ ചാറയിലും കൂട്ടാൻ തുടങ്ങുന്നത്. എനിക്കിതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതെല്ലാം ഇന്ന് സാധാരണ ഞാൻ കുക്കറിൽ തന്നെ അരപ്പൂടങ്ങ് അരച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് കുറച്ച് പ്രഷർ തുറന്ന് വിടും, അങ്ങനെ എടുക്കുന്നത്. ഇന്ന് ഞാൻ പക്ഷേ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചീനച്ചട്ടിക്കകത്തുനിന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവന്മാർക്ക് ഞാനൊരിത്തിരി അനുവാദം കൊടുത്തോണ്ട പിന്നെ നിർത്തുന്ന പരിപാടിയേ ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന പോളിനെയും കൂടെ മറ്റവനാ വിളിക്കുന്നത്, അച്ചാച്ചാ ഞാൻ നിർത്താൻ പറയുന്നുണ്ടെ ഇവൻ ഇങ്ങോട്ട് വന്ന് പ്രൈസൻ 2 കൈയും കൂപ്പി, മമ്മി പ്ലീസ് മമ്മി പ്ലീസ് മമ്മി, ഞാൻ ഒന്ന് കളിച്ചോട്ടെ മമ്മി, എന്നാൽ ഞാൻ അല്ലെങ്കിൽ താഴെ പോകട്ടെ മമ്മി, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ കളിച്ചാൽ ഇത്രയും നേരം നിങ്ങൾ കളിക്കുമായിരുന്നു, ഇനിയും മേശ നീക്കിയിട്ടിട്ട് 2 പേരും ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. അല്ലാതെ എത്ര നേരം ഡാഡി അവിടെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഡാഡിക്ക് ഇങ്ങനെ മുറിക്കാത്ത കിടന്ന് കളിക്കുന്നത് ഇഷ്ടേ അല്ല. അപ്പം ഡാഡി സഹികെട്ടങ്ങ് ഇരിക്കുക നോക്കി. അപ്പോൾ താഴെ ഈ സമയത്തൊന്നും പിള്ളേരില്ല, അവരൊക്കെ ഒരു വൈകുന്നേരം ആകുമ്പോഴേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താഴെ പണി. പ്രൈസ് പിന്നെ താഴെ പോയാൽ പിന്നെ അവൻ പിന്നെ കയറി വരുന്ന പരിപാടിയില്ല. നമ്മളങ്ങനെ പോകണം വിളിക്കാൻ. അവൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പോകും, ഞാൻ ഇത്ര മണിയാകുമ്പം വരാമെന്ന്. പിന്നെ അവനെ മേളിൽ നിന്ന് വിളിച്ചാൽ പോലും അവൻ കേൾക്കത്തില്ല, അവനെ നമ്മൾ പോയി വിളിക്കണം. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു മോരുകറിയും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പം തൈരൊക്കെ ഒന്ന് ഉടച്ചെടുക്കട്ടെ. അപ്പം ഞാൻ പ്രൈസനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ പോൾ അത് പ്രൈസനെ ചിടായിച്ചിങ്ങനെ എന്തുവാ പ്രൈസനെ കളിയാക്കി ഞാൻ പറയുന്നത് വീണ്ടും അവൻ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഇത്ര നേരം കളിച്ചിട്ട് പഠിക്കാൻ പറഞ്ഞ അവന് വയ്യ. കളി മാത്രം നടന്നാ പോരാ. പഠിക്കണം. അവൻ എന്നോട് എതിര് പറയാവല്ല,
അവൻ ഞാൻ പറഞ്ഞ് കളി മാത്രം നടന്നാൽ പോരെന്ന് പറഞ്ഞില്ലേ, അവൻ അതുപോലെ മറ്റവനോട് പറയുക കളി മാത്രം നടന്നാൽ പോരടാ, പോയി പഠിച്ച് ജോലിയൊക്കെ വാങ്ങിയിരുന്ന്. അന്നേരം ബാക്കിയും കൂടെ അങ്ങോട്ട് പറയാൻ നേരം അവനും അടുത്തത് അങ്ങ് നിർത്തി. അപ്പോൾ പ്രൈസം പറയാം, ബാക്കിയും കൂടെ പറ, അതാ പ്രൈസം പറഞ്ഞുകൊണ്ടത്, ബാക്കിയും കൂടെ പറയുന്നു. ഇങ്ങനെ ചില സമയത്ത് കേൾക്കുവാണെങ്കിൽ പ്രൈസിന് ദേഷ്യം വരും. ഇവനിങ്ങനെ ഞാനിപ്പം പ്രൈസിനെ വഴക്ക് പറയുമ്പോൾ ഇവൻ ഏറ്റുപിടിക്കാൻ വരും. അത് മറ്റവന് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇന്ന് പക്ഷേ രണ്ടുകൂടെ കളിച്ചിട്ടൊക്കെ വലിയ കൂട്ടുകാരായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പം മോര് ഞാനൊന്ന് ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കിന് ഡാഡിക്ക് ഞാൻ ഇവർക്കൊക്കെ കൊടുത്തു കഴിക്കാനുള്ളവർക്കൊക്കെ. അപ്പോൾ മോരടിച്ചതും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഇവരുടെ പാത്രങ്ങളെല്ലാം ഉച്ചക്കത്തെ ആയി. അതെല്ലാം ഒന്ന് കഴുകി വെക്കട്ടെ. തുണി വിരിച്ചിട്ടില്ല. അപ്പോൾ ഇവന്മാരിത് കളിയും ബഹളവും അല്ലായിരുന്നോ, അതുകൊണ്ട് തുണി വിരിക്കാനൊന്നും ഞാനും ഇന്നങ്ങ് കണ്ണടച്ചതാണ്. എത്ര നേരം ആൺകൊച്ചുങ്ങളും അല്ലേ, എത്ര നേരം ഇവന്മാർ അടങ്ങി പിടിച്ചിരിക്കും. ഈ അവധി ദിവസം എനിക്കാണെങ്കിൽ ഇവിടെ ഒട്ടും സമയം കിട്ടത്തില്ല. കാരണം ഇവന്മാരുടെ പുറകെ ഇങ്ങനെ നടന്ന് അതാ കുഴപ്പം. അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് തുണി വിരിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കിന് അനു അവിടെ തൂക്കുന്നു. ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പ്രൈസനാണ്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് ഞാൻ അവിയലൊക്കെ വേറൊരു പാത്രത്തിലാക്കി 2 നാളത്തേക്കിനുള്ളത് എടുത്ത് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് വെക്കും. പിന്നെ ഇന്നത്തേക്കിനുള്ളതും. അപ്പോൾ കൊച്ചുങ്ങൾ രണ്ടും ഇന്ന് കഴിച്ച്. ഞാൻ പ്രൈസമോനാണെങ്കിൽ അവിയലൊക്കെ ഉള്ളപ്പോൾ ഞാനങ്ങ് കൊടുക്കും. കാരണം ആ കഷ്ണങ്ങളൊക്കെ വെന്ത കഷ്ണങ്ങളൊക്കെ അങ്ങ് ഉടച്ചങ്ങ് കൊടുക്കും. അവൻ തന്നെ കഴിക്കുന്നേ, അവന് നമ്മളിപ്പോൾ വാരി കൊടുക്കുന്ന ഇഷ്ടമല്ല, വലിയ ഒച്ചായില്ലേ. പിന്നെ നമുക്കൊരു സംതൃപ്തിക്ക് ആ കഷ്ണങ്ങൾ വയറ്റി ചെല്ലട്ടെന്നും പറഞ്ഞ് ഞാൻ ചെയ്യുന്ന വേലയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്കോട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ bye. God bless you all. Thank you. Take care. Bye bye. See you.